ഇഷ്ക് പാർട്ട് 3. രചന അർച്ചന സെ ശിവ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. ജിഷ്ണുവിനെ വീട്ടിലാക്കി ജോയലും ഫാസിയും യാത്ര പറഞ്ഞു പോയി. വീട്ടിൽ ചെന്ന് കയറിയ ജോയൽ ബനിയന് മേലിട്ടിരുന്ന ജാക്കറ്റ് ഊരി സോഫയിലേക്ക് ഇട്ടുകൊണ്ട് അതിലേക്ക് ഇരുന്ന് കൈകൾ വിരിച്ചു വെച്ച് കണ്ണടച്ച് ചാഞ്ഞിരുന്നു. ആരോ മുടിയിൽ തലോടുന്നറിഞ്ഞ് അവൻ കണ്ണു തുറന്നു. അമ്മച്ചി. എന്നാ പറ്റിയടാ ഒരു ക്ഷീണം പോലെ? അത് കേട്ടു വന്ന് അവൻ്റെ അപ്പം പറഞ്ഞു, നമ്മുടെ മോൻ ആരുടെങ്കിലും നെഞ്ചത്ത് പഞ്ചാരിമേള നടത്തി കാണും, അതാവും ക്ഷീണം അല്ലേ ജോ? ഏയ് ഇല്ല അപ്പച്ച, ഞാൻ പാവല്ലേ, എൻ്റെ അപ്പനെ പോലെ. ഓവേ ഓവേ. അദ്ദേഹം അവൻ്റെ തോളിൽ കളിയാക്കി ചിരിച്ചിട്ട് പതിയെ അടിച്ചു. തോളിൽ അടി കിട്ടിയതും ജോയൽ അയ്യോ എന്ന് വിളിച്ചു. അയ്യോ എന്താ പറ്റിയ ജോ? അതോ അമ്മച്ചി, വരും വഴി ഒരു പട്ടിക്കുഞ്ഞ് കടിച്ചതാ. അപ്പച്ചൻ തട്ടിയത് അതിലാണ്. നോക്കട്ടെ കാണിക്ക്. അവൻ തോള് കാണിച്ചു. കാതറിൻ കടിച്ചത് ചുവന്ന് തടിച്ച് ചോരപ്പാടിൽ കിടക്കുന്നു. അമ്മച്ചി ചോദിച്ചു, എടാ ഇതേ നല്ല കടിയാണല്ലോ. ആന്നമ്മച്ചി, നല്ല കടിയായിരുന്നു. പരട്ട വടയക്ഷി പൂതന. അവിടെ തന്തവൾക്ക് തിന്നാൻ കൊടുക്കുന്ന പട്ടി ബിസ്ക്കറ്റാണെന്നാ തോന്നണേ. ജന്തു അമ്മാതിരി കുറയാണ്, ചാട്ടവും. ജോയിൽ ഇരുന്ന് പിറുവിറുത്തു. നീ എന്നതാ ഇരുന്ന് പിറുവിറുക്കുന്നത്? ഇതെങ്ങനെയാ തോളിൽ പട്ടിയടിച്ച്? നീ ഹോസ്പിറ്റൽ കാണിച്ചു എന്നിട്ട്? അതെ, ഞങ്ങൾ വരുന്ന വഴിക്ക് ഫാസിയുടെ ബൈക്കൊന്ന് നിന്നു. അത് ശരിയാക്കിക്കൊണ്ടിരുന്നപ്പോൾ എവിടുന്നോ ചാടി വീണതാ പുറത്തേക്ക്. പേപ്പട്ടിയാണെന്നാ കരുതിയേ. പേരിലെന്ന് പിന്നെ തോന്നി. ഹോസ്പിറ്റലിൽ പോയില്ല. രാവിലെ പോവാപ്പച്ച. ശരി, നാളെ രാവിലെ പോകണം. ഇപ്പോൾ കുളിച്ചിട്ട് ഇത്തിരി ഡെറ്റോളിട്ട് തുടച്ചേക്ക്. അവൻ തലയാട്ടിക്കൊണ്ട് മുറിയിലേക്ക് പോയി. ദേഹത്ത് സോപ്പ് ഉരുട്ടുമ്പോൾ അവന് ചുമലിൽ നല്ല നീറ്റൽ തോന്നി. കൈ ചുരുട്ടി ഭിത്തിയിൽ ഒരടി കൊടുത്തുകൊണ്ട് ജോയൽ പറഞ്ഞു, കർത്താവാണ് കുരിപ്പേ, നിന്നെ കൈ കിട്ടിയാ നീ തീർന്ന്. ഹോ, എന്നാ നീറ്റലെൻ്റെ മാതാവേ. ഇങ്ങനെ കിട്ടുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവൻകിട്ട് ഞാൻ ഒന്നുകൂടെ പൊട്ടിച്ചേനെ. അവൻ കലിയോടെ പറഞ്ഞുകൊണ്ട് കുളിച്ചു കയറി. എന്നിട്ടൊരിത്തിരി ഡെറ്റോൾ പഞ്ഞിയിൽ മുക്കി അവിടെ തുടച്ചു. പൊന്നു മോളെ, ഇനി നീ എൻ്റെ മുന്നിൽ വന്ന് ചാടരുത്. ചാടിയാ ഈ നീറ്റലിൽ നിന്നെ ഞാൻ തിരിച്ച് നന്നായിട്ട് നോവിക്കും. അവൻ ഇരുന്ന് മുരണ്ടുകൊണ്ട് പറഞ്ഞു. അമ്മച്ചി ആഹാരം കഴിക്കാൻ വിളിക്കുന്ന കേട്ട് അവൻ ഇറങ്ങിച്ചെന്നു. ആഹാരം കഴിച്ച് മുറിയിലെത്തി കട്ടിലേക്ക് കിടന്നു. അവൻ്റെ ഫോൺ ബെല്ലടിച്ചു. എടുത്തു നോക്കുമ്പോൾ ജിഷ്ണു ആണ്. ഹലോ, എന്താടാ? ഡാ അവൾക്ക് അടിച്ച മുറിഞ്ഞോ? ഡാ അവള് തിന്നു തന്നെ. ഓ, ഈ തെണ്ടിയുണ്ടോ ഇതില്? ഞാൻ എവിടെ ഉണ്ടാവും മോനെ? അങ്ങനെ ഇപ്പം ഞാൻ അറിയാത്ത ഒന്നും നിങ്ങൾ രണ്ടു കൂടി സംസാരിക്കണ്ട. എൻ്റെ കർത്താവേ, നിനക്ക് ചുമക്കാൻ ഒരു കുരിശല്ലേ ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് ചുറ്റും കുരിശ. എടാ ഫാസി മിണ്ടാതിരി. ചോദിച്ചാ പറ, കുഴപ്പമുണ്ടോ? എൻ്റെ മോനെ, നീ അത് ഓർമ്മിപ്പിക്കല്ലേ, എനിക്കെൻ്റെ പെരുത്ത് കയറും. കുളിക്കാൻ നേരം നീറിയ നീറ്റല്. അപ്പച്ചൻ പറഞ്ഞു കേട്ട് ഡെറ്റോളിട്ട് തുടച്ചപ്പോൾ സ്വർഗരാജ്യം കണ്ടു. അയ്യേ, നീ അപ്പച്ചനോട് പറഞ്ഞോ അവൾ നിന്നെ കടിച്ചെന്ന്? ചി ഓളാ പുല്ലേ, അങ്ങനെ ഞാൻ പറയോ? ഒരു പട്ടി കടിച്ചെന്ന് പറഞ്ഞു. അറിഞ്ഞു പറഞ്ഞതാണല്ലേ. ജിഷ്ണുവും ചിരിച്ചു പോയി. അതെ, അവളാള് പുലിയ കേട്ടോ. അവൾക്ക് ചോദിച്ചതിൻ്റെ 2 കിട്ടി. അവളത് തിരിച്ചു തന്നു. ഒന്ന് നിന്റെ വയറിൽ ഒരു ഉഗ്രം പഞ്ച്. നീ അതിലും വലിയ വേന്ദ്രനായതുകൊണ്ട് ഏറ്റില്ല. ബട്ട് രണ്ടാമത്തെ ആ കടി അതേറ്റു. ഡാ നീ അന്നായിരുന്നിങ്ങനെ പൊക്കിയടിക്കലേ ജിഷ്ണു. എനിക്ക് അവളെ കാലിൽ വരി നിലത്തടിക്കാനാണ് തോന്നണേ. ഫയാസും ജിഷ്ണുവും ചിരിച്ചുകൊണ്ട് അവനെ കളിയാക്കി. എപ്പോഴും അവന്മാർ ഫോൺ കട്ടാക്കി കിടന്നുറങ്ങി. ജോയൽ രാവിലെ ഉറക്കമണീറ്റ് ചെല്ലുമ്പോൾ തന്നെ അമ്മച്ചിയും അപ്പച്ചനും ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു തുടങ്ങി. അവൻ ചുമലിലൊന്ന് നോക്കി. ചുവന്ന് കിടക്കുകയാണ്. അമ്മച്ചി കൊടുത്ത ചായയും കുടിച്ച് അവൻ കോളേജിൽ പോകാൻ റെഡിയാവാൻ പോയി. അല്പം കഴിഞ്ഞ് പോവാനായി വന്നു. അപ്പച്ചനോടൊപ്പം ഇരുന്ന് ആഹാരം കഴിച്ച് രണ്ടാളോട് യാത്ര പറഞ്ഞ് ജോയൽ അവൻ്റെ പടക്കുതിര എടുത്തു. കളിയാക്കി വിളിക്കുന്നതാണെങ്കിലും അതവൻ്റെ ഉയിരാണ്. പതിവ് പോലെ ഫയാസിനും ജിഷ്ണുവിനും വേണ്ടി കാത്തു നിൽക്കാനുള്ള സ്റ്റോപ്പിൽ അവൻ വണ്ടി നിർത്തി. അവന്മാർ കൂടി വന്നു. അങ്ങനെ 3 ആളും കോളേജിലെത്തി. 3 ആളും കൂടി കോളേജിന് മുന്നിൽ ഒഴിഞ്ഞെടുത്തുള്ള എലിഞ്ഞുമരത്തിൻ്റെ സിമെൻറ്റ് തിട്ടയിൽ വന്നിരുന്നു. അത് അലീനയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ജിഷ്ണുവും അലീനയും പരിചയപ്പെട്ട കാലം മുതൽ തുടങ്ങിയ പ്രണയമാണ്. സാക്ഷി ജോയലും ഫയാസും. പതിവ് പോലെ അവൾക്കായി ജിഷ്ണുവും. അവൾ വരുന്നവരെ അവന് കൂട്ടിന് ജോയലും ഫയാസും. ഇടയ്ക്ക് ഫയാസ് എന്തോ പറഞ്ഞുകൊണ്ട് കോളേജ് ഗേറ്റിലേക്ക് നോക്കി പെട്ടെന്ന് പറഞ്ഞു, പടച്ചോനെ, വടയക്ഷി വടയക്ഷി. ഫയാസിന്റെ അന്നം വിട്ട് ഉറക്കെയുള്ള വിളി കേട്ട ജോയലും ജിഷ്ണുവും അങ്ങോട്ടേക്ക് നോക്കി. കോളേജ് ഗേറ്റ് കഴിഞ്ഞ് അകത്തേക്ക് നടന്നു വരുന്ന അലീന. അവൾക്കൊപ്പം ബാഗും തൂക്കി പഠിക്കാൻ വരുന്ന പോലെ കാതറിൻ. അവളെ കണ്ട ജോയലിന്റെ കൈ തൻ്റെ ചുമലിൽ മുറുകുന്നത് ജിഷ്ണു അറിഞ്ഞു. അലീനക്കൊപ്പം കാതറിനും കോളേജിലേക്ക് നടന്നു കയറി. ഈ വടയക്ഷി എന്തിനാ പടച്ചോനെ ഇങ്ങോട്ട് വന്നേക്കണേ? ജോയൽ അവളെ ഉഴപ്പിച്ചു നോക്കി. അവനറിയാതെ അവൻ്റെ കൈ ചുമലിൽ അവൾ കടിച്ചിടത്തും തൊട്ടു. കാതറിന് അവൻ്റെ ആ നോട്ടവും പ്രത്യേകം കണ്ട് ചിരി വരുന്നുണ്ടായിരുന്നെങ്കിലും അവളതടക്കി. അവനെ ഒന്ന് രൂക്ഷമായി നോക്കി മുന്നോട്ട് നടന്നു.
ജിഷ്ണു കൈകൊണ്ട് ആംഗ്യത്തിൽ അലീനയോട് ഇവളെന്താ ഇവിടെ എന്ന് ചോദിച്ചു. തിരിച്ചവൾ കൈകൊണ്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പ്രിൻസിപ്പലിന്റെ മുറിയുടെ ഭാഗത്തേക്ക് നടന്നു. അത് കണ്ട ജോയൽ പറഞ്ഞു, ഫാസി അവളെന്താടാ അവിടെ? ഒന്ന് പോയിട്ട് നോക്കിയിട്ട് വന്നേ. പടച്ചോനെ, ആ ജിന്നിന്റെ പുറകെ ഈ ഞാൻ പോവാനോ? നിനക്കെന്നെ വേണ്ട ചോദിച്ചാ? വല്ല ചളിയും പറയുന്നല്ലാതെ ഞാനൊക്കെ നിന്നോട് എന്ത് ദ്രോഹാളാ ചെയ്തേ? ഓ, നിന്നോട് അവൾ കാണുക പോയി നിൽക്കാനല്ല പറഞ്ഞ്, നിന്ന് കീറുവേണം പറയുന്നു. പോയിട്ട് വാടാ. ആ എന്നാ പോവാം. എന്നാലും എന്നെ നേരെ ചൊവ്വെന്ന് കണ്ടോ? അവളെങ്ങാനും കണ്ടാൽ പിന്നെ ഈ കോലത്തിൽ നിങ്ങൾക്ക് കിട്ടൂല. ഇപ്പോൾ വരാം. അതും പറഞ്ഞ് ഫയാസ് അവൾക്ക് പിറകെ ഓടി. അവർ പ്രിൻസിയുടെ മുറിയിലായതുകൊണ്ട് എന്താ കാര്യമെന്നറിയാൻ വയ്യായിരുന്നു അവന്. അപ്പോഴാണ് അകത്തു നിന്നും പ്യൂണായ റസാക്കിക്ക് ഇറങ്ങി വന്നത്. അവൻ അയാളെ വിളിച്ച് കാര്യം അന്വേഷിച്ചു. ഇക്കാലത്തെ സംഭാഷണം വള്ളിപുള്ളി തെറ്റാതെ അവനോട് പറയുകയും ചെയ്തു. അത് കേട്ട് ഫയാസിന് ചിരി വന്നു. അവൻ തിരികെ നടന്ന്, അളിയാ നീ പെട്ടളിയാ പെട്ട് എന്ന ഫയാസിന്റെ ഉറക്കെയുള്ള വിളിയും പൊട്ടിച്ചിരിയും കേട്ട് ജിഷ്ണുവും ജോയലും തിരിഞ്ഞു നോക്കി. അള്ളോന്റെ പടച്ചോനെ, ഞാനിപ്പോ ചിരിച്ച് ചിരിച്ച് മയ്യത്താവും. അവനെ നിർത്താതെയുള്ള ചിരി കണ്ട ജോയലിന് കലി കയറി. അവൻ ചോദിച്ചു, നീ ഇങ്ങനെ കിടന്ന് കളിക്കാൻ ഇവിടെ ഇപ്പം എന്താണ്ടായേ? എന്റെ പൊന്ന് ചോദിച്ചാ, നിന്റെ ടൈം നല്ല ബെസ്റ്റ് ടൈമാണ്. ഈ ജിഷ്ണു ജാതകം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വലിയ വിശ്വാസമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ മനസ്സിലായി അതിലൊക്കെ സത്യമുണ്ട്. ഡാ പുല്ലേ, ആളെ പൊടിയാക്കേണ്ട കാര്യം പറയടാ. ഡാ ജിഷ്ണു, ഈ ദോഷ നേരത്തിന് നിങ്ങൾ എന്തോ പറയല്ലോ, ശനിയോ അങ്ങനെ എന്തോ? കണ്ടക ശനി. ആ ശനി തന്നെ. എടാ മച്ചാനെ, അതിപ്പോ ശരിക്കും ഇവിടെ ചോദിച്ചാലും കീരിക്കാരനും പിടിച്ചേക്കുക. ആ വടയക്ഷി വന്നേക്കണ എന്തിനാണെന്നറിയോ? അതറിയാനല്ലടാ കോപ്പെ നിന്നെ ഞാൻ പറഞ്ഞു വിട്ട്. അവള് വന്നത് നമ്മുടെ കോളേജിൽ പഠിക്കാനാ. ജിഷ്ണുവും ജോയലും ഒരുമിച്ച് ഞെട്ടി. കോമഡി അതല്ല എളിയ, ലോട്ടറി അടിച്ച കീരിക്കാരനാണ്. അവള് നമ്മുടെ കോളേജ് മറ്റേ ആവത്തേ ഉള്ളൂ, പക്ഷെ കീരിക്കാരന്റെ ക്ലാസ്മേറ്റാ. ഇതോടെ അവന്റെ കാര്യം തീരുമാനമായി. ഇന്നലെ അവന്റെ ചെവിക്കല്ല അവൾ അടിച്ചു പൊടിച്ചിട്ട് ഇന്ന് അവന്റെ ക്ലാസ്സിൽ പഠിക്കാൻ ചെല്ലുന്നു. പൊളി സീൻ. ഇതൊക്കെ അറിഞ്ഞാൽ ഞാൻ ചിരിക്കാതെ എന്തോന്ന് ചെയ്യാൻ എന്റെ ജോയിച്ചാ. ജോയൽ ഒന്നും മിണ്ടാതിരിക്കുവാണ്. അവൻ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു, അവൾക്കുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട്. ഇവിടെ തന്നെ വന്നു ചാടിയല്ല യക്ഷി, വരട്ടെ. അതും പറഞ്ഞവൻ നോക്കുമ്പോൾ കണ്ടു ദൂരെ നിന്ന് തങ്ങളുടെ അടുത്തേക്ക് വരുന്ന അലീനയും ഒപ്പം കാതറിനും. ജോയൽ അവൾ തന്നെ കലിപ്പിൽ നോക്കി. അവളാവട്ടെ തെല്ലും കൂസാതെ കൈകൾ പിണച്ചു കെട്ടി ബാഗും തൂക്കി നോക്കി നിൽക്കുന്നു. ശവം നിന്ന് നോക്കുന്നുണ്ടല്ലേ? വടയക്ഷിയുടെ ഉണ്ടക്കണ്ണ് കുത്തി പൊടിക്കണം. അലവരാതി. ജോയൽ ഇരുന്ന് പിറുവിറുത്തോണ്ട് ചുണ്ടനക്കി. മോനെ, നീ ഇപ്പൊ ചിന്തിക്കുന്നത് എന്റെ കണ്ണ് പൊട്ടിക്കണമെന്നല്ലേ? നിന്റെ ചങ്കാവും ഞാൻ പൊട്ടിക്കാൻ പോകുന്നു, അല്ല പിന്നെ. കാതറിൻ ആലോചനയോടെ ഒന്ന് പുഞ്ചിരിച്ചു. അലീന അവർക്കടുത്തു വന്നു. അവൾ ജിഷ്ണുവിനോട് പറഞ്ഞു, ജിഷ്ണു, എനിക്കിതിനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അതിനു മുന്നേ ചോദിച്ചാ നീ കലിപ്പാക്കരുത്. അവൾ ഇന്നോട്ട് ഇവിടെ പഠിക്കാൻ പോവാ. ഇവൾ ചെയ്ത് നീ കളയണം, എനിക്ക് വേണ്ടി. പ്ലീസ് ചോദിച്ചാ. അലീന ജോയലിനെ നോക്കി കെഞ്ചി. ഉള്ളിലുള്ള കലിപ്പടക്കിക്കൊണ്ട് ജോയൽ തലയാട്ടി. എന്നിട്ട് മനസ്സിൽ പറഞ്ഞു, ഇവളെ വെറുതെ വിടാനും വേണ്ടി മഹാമനസ്കത എനിക്കില്ല ലീന. നീ പറഞ്ഞുകൊണ്ട് തൽക്കാലം അടങ്ങി നിൽക്കും. കിട്ടുന്ന അവസരം മൊത്തം ഇവക്കിട്ട് പണിയോട് പണിയായിരിക്കും. അലീന പുഞ്ചിരിച്ച്, എന്നോട് ക്ഷമിക്കുന്ന ക്യാരക്ടർ തന്നെയാണ് നിന്റെ ജോയിച്ചൻ. അത് നടക്കില്ല എന്ന് മാത്രമല്ല, എനിക്ക് ടെട്ടിൻ്റെ പണി തരാൻ ചാൻസ് കിട്ടിയാൽ അവനത് വിടാതെ തരികയും ചെയ്യും. ആരും കേൾക്കാത്ത വിധം കാതറിൻ അലീനയോട് പറഞ്ഞു. അലീന അവൾ തറപ്പിച്ച് നോക്കി. ജോയൽ അലീനയോട് ചോദിച്ചു, അപ്പോൾ എങ്ങനെയാ, ഞങ്ങൾ ഇരിക്കണോ പോകണോ? നിങ്ങളിരിക്ക്, ഞാനും ജിഷ്ണു കൂടി മാറിക്കോളാം. ജിഷ്ണു ഒന്ന് വന്നേ, പറയാനുണ്ട്. ജോയൽ ജിഷ്ണുവിനെ ഒന്ന് തട്ടി. ജിഷ്ണു തലയാട്ടിക്കൊണ്ട് എണീറ്റു. അലീനയും ജിഷ്ണുവും കൂടി അല്പം ദൂരേക്ക് നടന്ന് അവിടെയുള്ളൊരു മരത്തിലേക്ക് ജിഷ്ണു ചാഞ്ഞു നിന്നു. അലീന അവനോട് കാര്യമായിട്ട് എന്തോ പറയുന്നുണ്ട്. അവൻ പെട്ടെന്ന് സീരിയസ് ആയ പോലെ തോന്നി ജോയലിന്. ഈ നേരം അടുത്തിരുന്ന കാതറിനോട് ഫയാസ് പറഞ്ഞു, ബൈ ദ ബൈ, നമ്മൾ പരിചയപ്പെട്ടില്ല. ജോയൽ അവൻ ഇരിക്കുന്ന മട്ടിലൊന്ന് നോക്കി. അവൻ പ്ലിങ്ങായ മട്ടിലൊന്ന് ചിരിച്ചു. അവളത് ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നലെ പരിചയപ്പെട്ട് ഇത്ര വേഗം മറന്നോ? ഫയാസ്, റബ്ബേ, പരിചയപ്പെടൽ അങ്ങനെയാണെങ്കിൽ അത് ഒഴിവാക്കുന്ന എൻ്റെ ആരോഗ്യത്തിന് നല്ലത്. ആ അത് ശരിയാ, പേപ്പട്ടിയേക്കാളും കൂടിയ എന്നാണ്. കടിച്ച പേയും പ്രാന്തും ഉറപ്പാ. എന്നിട്ട് ജോയലിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഡി, നീ എന്നോട് മിണ്ടാവരുത്. അതെന്നാ മിണ്ടാ വന്നാ? നിന്റെ തലമണ്ട ഞാൻ തല്ലിക്കീറും. നീ എന്നോട് മിണ്ടാന്നാ? എൻ്റെ കണ്ണിന് മുന്നേ വന്നേക്കരുത് ഇനി നീ. ഞാൻ വരും, നീ എന്നാ ചെയ്യും? വന്ന് നോക്കടി വടക്ഷി, നീ ജോയലിൻ്റെ തനി സ്വഭാവം നീ അറിയും. ഓഹോ, എങ്കിൽ നീ അറിയിക്ക്. കാതറിനൊന്ന് ചിരിച്ചു. എന്നിട്ട് ജോയലിനെ സൂക്ഷിച്ചൊന്ന് നോക്കി. അവൻ അവളെ തിരികെ കലിയോടെ നോക്കി. കാതറി ഞൊടിയിട കൊണ്ട് ജോയലിൻ്റെ മുഖാമുഖം എത്തി. അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ചു. മുഖമൊന്ന് വെട്ടിച്ചാൽ മൂക്കുകൾ പരസ്പരം മുറിയുന്ന രീതിയിൽ അടുപ്പിച്ചു.
ജോയലിൻ്റെ മുഖത്തേക്ക് അവളുടെ ചൂട് നിശ്വാസം തട്ടി. ജോയലൊന്ന് പതറി. അവൾ പറഞ്ഞു, ഇനി നീ എന്നെ തല്ലിയ അങ്ങ് കൊന്നേക്കണം. ജീവനോടെ വിട്ടാ തല്ലിയ കൈകൊണ്ട് നിനക്കെൻ്റെ കഴുത്തിൽ മിന്നുകെട്ടേണ്ടി വരും. ജോയൽ അന്തം വിട്ട് അവളെ നോക്കി. ഫയാസ് കണ്ണു തള്ളി ഇരുകയ്യാൽ അവൻ്റെ വാപ്പുത്തി. ജോയലിൻ്റെ ആദ്യ പകപ്പ് വിട്ടു. അവൻ ചുറ്റും നോക്കി. കുറച്ച് പിള്ളേരൊക്കെ കണ്ണും കേട്ട് നിൽപ്പുണ്ട്. തൻ്റെ മേലിൽ കൈയും വെച്ച് വിളങ്ങു പോയാൽ പിന്നെ മറ്റുള്ളവർക്ക് മുന്നിൽ വെറും പേടിത്തൊണ്ടനാവും ഞാൻ. നീ ഇത്ര തറായ സ്ഥിതിക്ക് ജോയൽ എന്താ ചെയ്യാൻ പോണെന്ന് നീ കണ്ടോടി. അതും പറഞ്ഞ് ജോയൽ പെട്ടെന്ന് അവളുടെ ഇടുപ്പിൽ കൂടി ചുറ്റിപ്പിടിച്ച് അവൻ്റെ ദേഹത്തേക്ക് ചേർത്തു. കാതറിനൊന്ന് ഞെട്ടി. അവനെ ഒന്ന് കിളിപ്പറത്താൻ ചെയ്ത പണിയാണെങ്കിലും അവൻ തിരികെ ദേഹത്ത് കൈവെക്കുമെന്ന് അവൾ കരുതിയില്ല. അറിയാതെ ശരീരത്തിലൊരു വിറ വരുന്നെന്ന് അവൾക്ക് തോന്നി. അവൾ പെട്ടെന്ന് അവൻ്റെ മേലുള്ള പിടിവിട്ട് മാറാൻ നോക്കി. ജോയൽ അവളെ ശക്തിയായി മുറുകെ വരിഞ്ഞു പിടിച്ചു പറഞ്ഞു, ഷോ സൂപ്പർ. നീ ഇത്ര കാണിച്ച സ്ഥിതിക്ക് അതേ രീതിക്ക് തിരിച്ചെന്നില്ലേ ഞാൻ വെറും പൊളുന്താനെന്ന് പറയില്ല എല്ലാവരും. അപ്പം മോളുടെ ഷോക്ക് ഇത് ഇച്ചായൻ്റെ വക ഇരിക്കട്ടെ, ഒരു കലാശകൊട്ട്. അതും പറഞ്ഞ് ജോയൽ മറുകയ്യാൽ അവളുടെ മുടിയിലൂടെ കഴുത്തിൽ പിടിച്ചുകൊണ്ട് അവളുടെ മുഖം അവൻ്റെ മുഖത്തേക്ക് അടുപ്പിച്ചു. കാതറിൻ കുതിരി മാറാൻ ഒരുങ്ങും മുമ്പേ ജോയലിൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിൽ അമർന്നു. കാതറിന് ദേഹം തളരും പോലെ തോന്നി. ജോയൽ അവളിൽ നിന്ന് മധുരം വേർപ്പെടുത്തി അവളിലെ പിടി വിട്ടുമാറി. അവൾ അവനെ നോക്കി. ജോയൽ വിജയഭാവത്തിൽ നിൽക്കുകയാണ്. ഫയാസ് താടിക്കും കൈയും കൊടുത്ത് വായും തുറന്ന് തറയിലേക്ക് കുത്തിയിരുന്ന് രണ്ടാളെയും മാറി മാറി നോക്കുന്നു. ചുറ്റും നിന്ന പിള്ളേർ ചിരിക്കുന്നതും മറ്റും അവ്യക്തമായി കാതറിൻ കേട്ടു. തല കറങ്ങുന്ന പോലെ. കാതുകളിൽ ധനുവിൻ്റെ ഒന്നും ചെയ്യല്ലേ എന്നുള്ള നിലവിളി കേൾക്കും പോലെ തോന്നിയവൾക്ക്, ഇത് നീ ചോദിച്ചു മേടിച്ചതാ. തല്ലിയാലും മിന്നുമാലയാണേൽ കിസ് ചെയ്താൽ എന്നാ ചെയ്യും നീ? അവൾ അമ്പരം നിൽക്കുന്ന കണ്ടു. ജോയൽ അവളുടെ തോളിലൊന്ന് തട്ടി. പെട്ടെന്ന് കാതറിൻ്റെ മിഴികളടഞ്ഞു. അവൾ ബോധം പോയി തറയിലേക്ക് ഊർന്നു വീണു. തറയിലേക്ക് വീഴും മുന്നേ ജോയൽ അവളെ താങ്ങി പിടിച്ചു. ഫയാസ് ചാടി എണീറ്റു. ജിഷ്ണുവുമായുള്ള സംസാരത്തിനിടയ്ക്ക് തിരിഞ്ഞു നോക്കി അലീന കണ്ടത് ജോയലിൻ്റെ മുന്നിൽ വീഴുന്ന കാതറിനെയായിരുന്നു. തുടരും. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.